ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും വലിയ ആഗ്രഹമുള്ള കാര്യമാണ്. എന്നാൽ ഇഷ്ടപ്പെട്ടത് ത്യജിച്ച് ആവശ്യമുള്ളത് മാത്രം കഴിക്കുന്ന ഫുട്ബോൾ താരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നമ്മളുള്ളത് കണ്ണൂർ വാരിയേഴ്സിൻ്റെ ക്യാമ്പിലാണ്. കൃത്യമായ ഭക്ഷണം, ചിട്ടയായ വ്യായാമം, അതിനെല്ലാം ഉപരി വ്യക്തമായ പ്ലാനോട് കൂടിയാണ് താരങ്ങൾ മൈതാനത്തേക്ക് ഇറങ്ങുന്നത്. സാധാരണ ആൾക്കാരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരിക്കും ഇവരുടെ ഒരു ഫുഡും ഡയറ്റും കാര്യങ്ങളൊക്കെ. ഇവർക്ക് കുറച്ചും കൂടിയും കൂടുതലായിട്ട് ഫുഡ് കഴിക്കേണ്ടി വരും. കാരണം അത്രയും അവർ എഫേർട്ട് ഇവിടെ ഗ്രൗണ്ടിൽ ഇടണ കാരണം. അപ്പോൾ അത്രയും എഫേർട്ടിന് വേണ്ടിയിട്ടുള്ളൊരു ഫുഡ് സിസ്റ്റം തന്നെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള ഫുഡുകൾ കാര്യങ്ങൾ കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ എന്ന് പറയുന്നത് ഒരുവിധം എല്ലാ പ്ലെയേഴ്സിനും അവരുടേതായ സപ്ലിമെൻറ്റ്സും അവരുടേതായ ഫുഡ് അല്ലെങ്കിൽ ഭക്ഷണ രീതികളും എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ കുറേ ഫ്രൈഡ് ഐറ്റംസ്, ഷുഗർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പരമാവധി അവർ കുറച്ചേ കഴിക്കുള്ളൂ. അത് അവരുടെ ഒരു ഫിറ്റ്നസ്സിനും അതൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. അവരുടെ പെർഫോമൻസിനും ഇതൊക്കെ ഈ ഫുഡ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഓഫ് സീസണിൽ അവർക്ക് കുറച്ചും കൂടിയും എൻജോയബിൾ ആയിട്ടിരിക്കണം. അപ്പോൾ അത് അവർ ആ ഒരു ടൈമിൽ പരമാവധി അവർ എൻജോയബിൾ ആയിട്ടുള്ള ഫുഡുകൾ തന്നെ കഴിക്കും. അവരുടെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഫുഡുകൾ തന്നെയാവും കഴിക്കുന്നുണ്ടാവുക. പക്ഷെ അവർ കൂടുതലും വർക്കൗട്ട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് അവരതിനനുസരിച്ചിട്ട് ചെയ്യുകയുള്ളൂ. മെനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് ഫാറ്റ്സൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് അവർക്ക് നല്ല രീതിയിൽ, അതായത് എരിവ് കുറച്ചിട്ട്, അതായത് കൂടുതലും ബോയിൽഡ്, അതേപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് അതായത് കണ്ണൂർ വാരിയേഴ്സിൻ്റെ ഒരു ഫുഡ് മെനു കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ദിവസം ഓഫ് ഡേ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ദിവസം ഉണ്ടാവും ഒരു വീക്കിലി, അത്രയും ട്രെയിനിങ് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ദിവസം അവരുടെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ഫുഡ് കഴിക്കാനുള്ളൊരു ഫ്രീഡം അവർക്ക് തന്നെ ഉണ്ട്. അത് വിചാരിച്ചിട്ട് അവർ പരമാവധി ഡിസിപ്ലിനായിട്ട് ചെയ്തു പൊക്കോളും. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവരും പ്രൊഫഷണൽസ് ആയതുകൊണ്ട് അത് പ്രൊഫഷനായിട്ട് കൊണ്ട് നടക്കണതുകൊണ്ട് അവർ ആ ഒരു രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യവും ചെയ്യുകയുള്ളൂ. അവരുടെ ഒരു പ്രൊഫഷണലിസമാണത്. അപ്പോൾ അത് അവർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിനും അവരുടെ പെർഫോമൻസിനും അത് നല്ലൊരു തീരുമാനമാണ്. അപ്പോൾ ആ തീരുമാനം പക്ഷെ അവർ ത്യജിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫുഡ് ഈ പറഞ്ഞ പോലെ ഓഫ് സീസൺ കാര്യങ്ങളിലൊക്കെ അവർ എൻജോയബിളായിട്ട് ചെയ്യണ കാര്യങ്ങൾ കൊണ്ട് അത്രയും വലിയൊരു ബുദ്ധിമുട്ട് വരില്ല. പക്ഷെ എന്നാലും നമുക്ക് ഒരു സീസൺ പീരീഡ് ഓഫ് ടൈമിൽ അവർക്കതൊരു ത്യാഗം തന്നെയാണ്. അത്രയും വർക്ക് ചെയ്തിട്ട് വരുമ്പോൾ അവരുടെ മസിൽസിനൊക്കെ വീക്ക്നെസ് അല്ലെങ്കിൽ ഒരു മസിൽ ലോസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് കൂടുതൽ ഉള്ളത് കൊണ്ട് പ്രോട്ടീൻ ഇൻടേക്ക് കൂടുതലുള്ള ഫുഡ് ഐറ്റംസ് കൂടുതലും കൊടുക്കും. അപ്പോൾ അവർക്ക് റിക്കവർ ആവാൻ കുറച്ചുകൂടി ഹെൽപ്ഫുള്ളാണ്. നമ്മൾ കോച്ചസും സ്റ്റാഫ്സ് എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മളൊരു മെനു പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ മെനു തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യണത്. അപ്പോൾ അത് ഇങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായ ന്യൂട്രിയൻസും അതേപോലെ എല്ലാ കാര്യങ്ങളും കിട്ടണത് കൊണ്ട് അവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. സത്യം പറഞ്ഞാൽ ഈ ഫുഡ് അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യം പറയേണ്ടത് ശരിക്കും ഞാനല്ല, പറയേണ്ടത് ഒരു ഡയറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു ആളാണ്. ഞാനൊരു ഹെഡ് ഫിസിയോതെറാപ്പിസ്റ്റ് എന്നുള്ള രീതിയിൽ സംസാരിക്കണമെന്ന് മാത്രം. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അവരുടേതായ മെനുകളും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൽ നിൽക്കണത് കൊണ്ട് അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ചായതുകൊണ്ട് നമ്മൾ നല്ലൊരു രീതിയിൽ പ്രൊവൈഡ് ചെയ്യണമെന്ന് മാത്രം. കണ്ണൂർ ഫുട്ബോളിൻ്റെയും ഭക്ഷണത്തിൻ്റെയും തലസ്ഥാനമാണ്. ടീം കണ്ണൂർ വാരിയേഴ്സ് സജ്ജമാണ്. വിഷ്ണുവിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ.